നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് മൈക്രോഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഒരു കൊച്ചു വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. പല ആളുകളും മൈക്രോഗ്രീൻസ് പല രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നിലവിലിട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്താണ് ഈ മൈക്രോഗ്രീൻസ് എന്ന് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആളുകളെ സംബന്ധിച്ച് അവർ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് നോക്കുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ പഴയ ആളുകൾക്ക് എന്താണ് ഈ മൈക്രോഗ്രീൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാണ്. അതായത് ഈ സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ അതിൻ്റെ ചെറിയ തൈകളാണ് ഈ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഈ പല പല ഡിഷുകൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. സാധാരണ ഇലകൾ വെച്ചുണ്ടാക്കുന്ന കറികളെക്കാളും 10 മടങ്ങ് വൈറ്റമിൻസൊക്കെ ഇതിൽ കൂടുതലായിട്ടുണ്ട്. ഇത് പൊതുവെ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുളച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച മുതൽ 2 ആഴ്ച അതിനുള്ളിലാണ് നമ്മൾ ഇതിൻ്റെ ഇലകളെടുത്ത് നമ്മൾ പല പല ഡിഷുകൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ നമുക്ക് പൊതുവെ മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ബോട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചുണ്ടാക്കാം, ജസ്റ്റ് തുണിക്ക് മുകളിൽ ഉണ്ടാക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ മണ്ണും ഇതൊന്നും ഇല്ലാതെ എങ്ങനെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന ചെറുപയറാണ്. കാരണം മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറാണ്. ഈ ചെറുപയർ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴക്കമുള്ള വിത്തുകൾ എടുക്കല്ലേ, കാരണം അതിന് മുളയ്ക്കാനുള്ള കഴിവ് കുറവാകും. ഇത് ഞാൻ അല്പം വൻപയറാണ്. ഇതും കുറച്ചെടുക്കുകയാണ്. ഇനി അല്പം കടല. കടല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന കടല എന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. അത് തന്നെയല്ല, മമ്മി ഇങ്ങനെയൊക്കെയുള്ള എന്ത് വാങ്ങിച്ചാലും മമ്മി ആദ്യം എടുത്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അല്പം പഴയതാണ്, മുളയ്ക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പടി എടുക്കുന്നു, നോക്കാം മുളയ്ക്കുമോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ശരിക്കും നനഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ വെള്ളത്തിലിട്ടൊന്ന് മൂടി വെച്ചേക്കുക. എങ്കിലത് എല്ലാ വിത്തുകളും ശരിയായിട്ടൊന്ന് മുളച്ചു കിട്ടുള്ളൂ. ഇനി നമ്മൾ അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാണ്. ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും, ചിലതൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയറാണ്. അധികം വിലയില്ല, നമുക്ക് സിമ്പിളായിട്ട് ഏതാണ്ട് പെട്ടെന്ന് എല്ലാം തന്നെ മുളയ്ക്കും. ഇത് വൻപയറാണ്, അതിലേം വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ്. ഇത് കടലയാണ്. പക്ഷേ ഈ കടല മുളയ്ക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ കാലമായതാണ്. പിന്നെ നമ്മൾ എന്തായാലും നോക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അത് മുളയ്ക്കുമോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. ഇനി നമ്മൾ വീണ്ടും ഒരു 8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ മൂടി വെച്ചേക്കുക. അതിനുശേഷം കണ്ട ഏതാണ്ടെല്ലാം വൻപയർ ഏതാണ്ടെല്ലാം മുളച്ചിട്ടുണ്ട്. എല്ലാത്തിനും മുള വെളിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കടല മുളച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചില പേടിയുണ്ടായിരുന്നു കടല മുളയ്ക്കുമെന്ന്, പക്ഷേ കടല മുളച്ചിട്ടുണ്ട്. പക്ഷെ ചെറുപയറെല്ലാം നല്ല സൂപ്പറായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുപോലും പാഴായിട്ടില്ല, എല്ലാം മുളച്ച്. അതാണ് നമുക്ക് ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നതും. അതേപോലെ ഈ ചെറുപയറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വില ഒന്നും കൊടുത്ത് വാങ്ങിയല്ല, ഞാൻ സപ്ലൈക്ക് ചെയ്യുന്ന സബ്സിഡി ഇതാണ്. പക്ഷെ അത് നല്ല, എന്നിട്ടും അതെല്ലാം മുളച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലേറ്റിൽ നമുക്ക് ഇപ്പോൾ ഏത് ബോട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ആ പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിൻ്റെ മണ്ടയ്ക്ക് ഒരു വെള്ള തുണി, നല്ല ക്ലീനായിട്ടുള്ള ഒരു തുണിയാണ് ഇടുന്നത്. എന്നിട്ട് ആ തുണി ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ആ നനവ് എല്ലായിടത്തും ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് കൈയൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നനവ് എല്ലായിടത്തും, ആ തുണി മൊത്തം ഒന്ന് നനഞ്ഞ് കിട്ടും. ഇനി ഞാൻ ആ വിത്തുകൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇടുകയാണ്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്ന വിധത്തിൽ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. അത് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ. നമ്മളിങ്ങനെ മുളച്ച വിത്തുകൾ ഇടുമ്പോൾ നമ്മൾ അല്പം ഒന്ന് കെയർ ചെയ്യണം, കാരണം ഒരുപാട് പ്രസ് ചെയ്യല്ലേ, കാരണം ആ മുളയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്.
അടുത്ത പ്ലേറ്റ് എടുത്തു. ഇനി ഞാൻ ആദ്യം നമ്മൾ തുണിയല്ലേ പ്ലേറ്റിലിട്ടെ, ഇനി അടുത്തായിട്ട് ഇത് ടിഷ്യൂ പേപ്പറാണ്. ഇനി ടിഷ്യൂ വെച്ച് നമുക്കൊന്ന് നോക്കാം. ടിഷ്യൂവിന് വേണമെന്നല്ല, ഇപ്പം ന്യൂസ് പേപ്പർ ആയാലും മതി. നമുക്ക് സോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മണ്ണൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യമേ തുണിയിട്ടു, ഇപ്പം ടിഷ്യൂ പേപ്പർ അതേ വലിപ്പമുള്ള പ്ലേറ്റിൽ തന്നെയാണ്. അപ്പോൾ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ബോട്ടിലിൻ്റെ മുകൾ വശം അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഈ മുളപ്പിച്ച വിത്തുകളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുക. ടിഷ്യൂ മൊത്തം ആദ്യം നമ്മൾ ആ തുണി നനച്ചില്ലേ, അതേപോലെ തന്നെ ഇത് മൊത്തത്തിലൊന്ന് നനച്ചു കൊടുക്കുകയാണ്. ഈ കാണുന്ന ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അല്പം ചകിരിച്ചോറ്, അതായത് നമ്മൾ ആദ്യമേ നമ്മൾ തുണി ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ചു, അപ്പം മൂന്നാമത്തത് ചകിരിച്ചോറാണ്. മറ്റൊന്നുമല്ല, ഇതിന് ഏതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നതിനാണോ അല്ലെങ്കിൽ തുണിക്ക് മുകളിൽ ഉണ്ടാക്കുന്നതിനാണോ, അല്ല ഇനിയിപ്പോൾ ഈ ചകിരിച്ചോറിന് മുകളിൽ വെച്ച് അത് വെച്ച് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നതിനാണോ ടേസ്റ്റ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാലൻസ് ഉള്ള വിത്തുകൾ ഒന്നിട്ട് നോക്കുകയാണ്, എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ. നമ്മളെപ്പോഴും നമ്മളതുപോലെ ചകിരിച്ചോറാണെങ്കിൽ ഈ വിത്തുകളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് അല്പം ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മറ്റൊന്നുമല്ല, അല്പം സപ്പോർട്ടിന് വേണ്ടിയാണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിത്തുകൾ മുളച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ ഒന്ന് സപ്പോർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുകളിൽ കൂടെ അല്പം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വൻപയറാണ്. നമ്മൾ അടുത്ത തട്ടിൽ അതോടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വിത്തുകൾ ഇട്ടതിൻ്റെ മുകളിലേക്ക് അല്പം കൂടി ചകിരിച്ചോറ് ഒന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് നനച്ചു കൊടുക്കുക. ആ നനവ് എല്ലായിടത്തും ഒന്ന് കിട്ടുന്ന വിധത്തിൽ ചകിരിച്ചോറും വിത്തിൻ്റെ എല്ലാവരുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും കെട്ടിക്കിടക്കല്ലേ, കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇതും തുണി കഷ്ണമാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ 2 ബൗളാണ്. അതിലേക്ക് നമ്മളൊരു തുണി കഷ്ണം വെച്ചിട്ട് നമ്മുടെ ഇനി ബാക്കിയുള്ള ചെറുപയറും വൻപയറും നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി എൻ്റെ കയ്യിൽ അല്പം ആദ്യം മുളപ്പിച്ച് അല്പം കടലയുണ്ട്, അതും നമ്മൾ ഇട്ട് നോക്കിയാണ്. കാരണം സാധാരണ പല ആളുകളും മൈക്രോഗ്രീൻസ് കടല വെച്ച് ഉണ്ടാക്കാൻ നോക്കി, അതൊന്നും സക്സസ് ആയിട്ടില്ല. ഇതെന്താവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് മുളച്ചിട്ടുണ്ട്. ശരിക്കും മുളയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് പല ഡിഷുകളും അത് വെച്ച് ഉണ്ടാക്കാം. ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല ഡിഷുകൾ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇത് വെച്ച് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. നമ്മൾ ഈ കടലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകൾവശമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക, തുണിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. നമ്മൾ ഈ വിത്തുകളൊക്കെ ഇങ്ങനെ മുളപ്പിച്ച വിത്തുകളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ടതിന് ശേഷം രാവിലെ വൈകിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ് നമ്മൾ സീഡൊക്കെ ഇട്ടതിന് ശേഷം. അപ്പം ചെറുപയർ എല്ലാം ഏതാണ്ട് മൊത്തത്തിൽ തന്നെ മുളച്ചിട്ടുണ്ട്. വൻപയറും അങ്ങനെ തന്നെ ഏതാണ്ട് എല്ലാം മുളച്ചിട്ടുണ്ട്. പക്ഷെ കടല മുളച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു 7 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഗ്രീൻസ് നമുക്ക് ഈ ഡിഷൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആ സൈസാവും. നിങ്ങൾക്ക് എവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയത് കടല ഫെയിലറായിപ്പോയി. ഓക്കെ, ആ കടല ആദ്യമേ തന്നെ മുളച്ച കടലയാണ് ഇട്ടത്, എങ്കിൽ പോലും അതെല്ലാം ചീഞ്ഞു പോയി. അപ്പോൾ കടല വെച്ച് ദയവ് ചെയ്ത് ആരും മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. ചെറുപയർ, ഉലുവ, കടുക് ഇതൊക്കെയാണ് നമുക്ക് മൈക്രോഗ്രീൻസ്, എൻ്റെ അനുഭവത്തിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.